തൃക്കാക്കര നഗരസഭ മാർക്കറ്റിലെ വ്യാപാരികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിന് പരിഹാരമായി ലക്ഷങ്ങൾ മുടക്കി നഗരസഭ പണികഴിപ്പിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് ഇപ്പോൾ കച്ചവടക്കാർക്കും പ്രദേശവാസികൾക്കും ശാപമായി മാറുന്നു. 2023-24 കാലഘട്ടങ്ങളിൽ ഏകദേശം 38 ലക്ഷം രൂപ ചെലവഴിച്ച് മാർക്കറ്റിന് സമീപം സ്ഥാപിച്ച പ്ലാന്റാണ് നഗരസഭയുടെ പരിപാലനക്കുറവും അനാസ്ഥയും മൂലം പൂർണ്ണമായും പ്രവർത്തനരഹിതമായത്. പ്ലാന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് സംസ്കരിക്കാത്ത മലിനജലം കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിലേക്കും പരിസരത്തെ ജനവാസ മേഖലകളിലേക്കും ഒഴുകുകയാണ്. കാക്കനാട് സുരഭി നഗർ IMGക്ക് തെക്ക് ഭാഗത്തുള്ള താമസക്കാരുമാണ് കടുത്ത ദുരിതത്തിലായിരിക്കുന്നത്. രൂക്ഷമായ ദുർഗന്ധം കാരണം റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പകർച്ചവ്യാധി ഭീതിയിൽ സുരഭി നഗർ മാർക്കറ്റിലെ മലിനജലം നേരിട്ട് റോഡിലേക്കും വീടുകളിലേക്കും എത്തുന്നതോടെ പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണി രൂക്ഷമാണ്. കൊതുകുകളുടെയും ഈച്ചകളുടെയും വിളനിലമായി ഈ പ്രദേശം മാറിയതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് സുരഭി നഗർ എന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപെയാണ് ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പോലും ഇല്ലാതെയാണ് ഇതിനകത്ത് മോട്ടറും അതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കയറാൻ തന്നെ സാധിക്കില്ല. ഇവിടുത്തെ മാലിന്യങ്ങളുടെ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനിവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റി AXയുടെ അടുത്തും അതുപോലെ കോൺട്രാക്ടിന്റെ അടുത്തേക്ക് നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. അതിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവർ വന്ന് എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ ഇതിനെ ശരിക്കും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വെള്ളം മൊത്തം പോണത് ഈ കാണയിലേക്കാണ്. ഈ കാണയിൽ വന്നിട്ട് റോഡിലേക്ക് പോകും, സുരഭി നഗർ ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ മഞ്ഞപ്പിത്തം അതുപോലെ ഡെങ്കു പനിയൊക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് സുരഭി നഗർ എന്ന് പറയുന്നത്. നഗരസഭ അധികൃതമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇത് നോക്കാനായിട്ട് ഒരാൾ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ മറ്റ് മഴവെള്ളം അതുപോലെ തന്നെ സോളിഡ് ഇതൊക്കെ വരാതിരിക്കാൻ, വേസ്റ്റ് വരാതിരിക്കാനും അത് നോക്കാനായിട്ട് ഇവിടെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഈ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പൊതു മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മളിപ്പോ ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ വളരെ വലിയ സ്മാർട്ട് സിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ പോകുന്ന ഒരു റോഡും കൂടിയാണ്. അപ്പൊ ആ റോഡിലേക്കാണ് ഇത് പോകുന്നത്. ഇത് എനിക്ക് മാത്രമല്ല മുനിസിപ്പാലിറ്റിക്ക് തന്നെ ഒരു നാണക്കേടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിൽക്കുന്നത് തന്നെ.